കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഈ പോട്ടൊക്കെ ഉണ്ടാക്കുന്നിടത്തൊന്ന് പോകണം. ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ട് കുമ്പാരപ്പെട്ട് പറയുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവനും കൂടെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ പോയി നോക്കുമ്പോൾ അവിടെ മുഴുവനും വീടിൻ്റെ മുന്നിൽ കൂടെ മുഴുവൻ ഈ പോട്ടറി പഠിപ്പിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. വീടിൻ്റെ മുമ്പിൽ കൂടെ പെൺകുട്ടികളായിട്ടും ആണുങ്ങളായിട്ടും എല്ലാവരും ഇരുന്നിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ മുൻവശത്ത്. നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളുടെ മുമ്പിൽ പോട്ട് ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ മുമ്പിൽ കൂടെയും പോട്ട് ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ചട്ടിയും കലത്തിനൊന്നും വലിയ വില വ്യത്യാസമൊന്നുമില്ല. പുറത്ത് കിട്ടുന്ന അതേ ഇത് തന്നെയാണ് വില അവിടെ. പക്ഷെ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റും. ഇത് കുറച്ച് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും നമുക്ക്. നമ്മൾ ഇത് ചട്ടി എങ്ങനെയാണ് ഒരു പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവർ ആ മെഷീനിൽ കൂടി അതെങ്ങനെ കറക്കിയെടുത്ത് എങ്ങനെ അവരുടെ കൈകളിൽ കൂടി അത് ഡിസൈൻ വരുന്നു. അയാൾ എക്സ്പേർട്ടാണ്. എത്രയോ വർഷം കൊണ്ട് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ കുമ്പാരികൾ, ഇവർ ഈ ചട്ടിയും കലവും പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്നവർ ആ ഏരിയ ഇവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വീടുകളുടെ മുമ്പിലും ഇത് തന്നെയാണ്. പഠിക്കാനായിട്ട് ഇയാളുടെ അടുത്ത് എവിടുന്നൊക്കെയോ ആൾക്കാർ വരാം. ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ബോംബെ, US എല്ലായിടത്തു നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഇത് നമുക്ക് ഇയാൾ പറയുന്നത് 1 മാസത്തെ പ്രാക്ടീസ് കൊണ്ടൊക്കെ ഇത് നമുക്ക് പഠിച്ചെടുക്കാനാണ് പറയുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് മണ്ണിനോടും ഇതിലൊക്കെ ഇങ്ങനെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് 1 മാസം കൊണ്ട് പഠിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട് ഇയാൾ. രാവിലെ മുതൽ സൺഡേ സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ നല്ല തിരക്കായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അത് ഒരെണ്ണം ഉണ്ടാക്കിയത് ശരിയായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ മുറിച്ചത് മാറ്റിയെടുക്കുന്നുണ്ട്. അയാൾ മുറിച്ചത് മാറ്റിയെടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട്ട് അത് മാറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഈർപ്പം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവർക്കത് റീയൂസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഉണങ്ങിപ്പോയാൽ കുറച്ച് ദിവസം അത് വെള്ളത്തിൽ മുക്കി വെക്കേണ്ടി വരും. അത് പിന്നെ അത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട്ട് അത് മാറ്റും. പിന്നെ അയാൾ പിന്നെ ഒരു പോട്ട് ചെറുത് ഉണ്ടാക്കി അതിനെ ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് തൊടാനും പിടിക്കാനും അതിനും പതുക്കെ വളരെ സ്മൂത്തായിട്ടാണ് അത് തൊടുന്നത്. ആ സ്പീഡില്ല തൊടുന്നതിന്. അത് ആയി വരുന്നുണ്ട്. അപ്പോൾ പേടിച്ച് തൊടുന്ന പോലെയുണ്ട് കാണുമ്പോൾ തന്നെ. ഞാനത് അതിനോട് പറഞ്ഞേക്കും നല്ലപോലെ കൈ നല്ലപോലെ പിടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കയ്യിൽ നഖമൊന്നും വരില്ല. അവളെ 2 കയ്യിലും നഖമുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നഖം തട്ടിയിട്ട്. പിന്നെ അയാൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അയാൾ വന്ന് അത് അയാളുടെ കൈയിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു പോട്ട് പോലെ ഇരുന്ന സാധനം അതൊരു കൂജയാക്കിയിട്ട് അയാൾ മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ അത് വെള്ളം ഇടയ്ക്ക് തൊട്ട് വെച്ച് കൊടുത്ത് അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി അയാളുടെ കൈയിൻ്റെ ഉള്ളിൽ കൂടി ഒരു കൂജയായിട്ട് മാറുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. മണ്ണിൽ കൈ തൊട്ട് നമ്മൾ മണ്ണിൽ കളിക്കുമ്പോഴും മണ്ണ് കുഴയ്ക്കുമ്പോഴും നമുക്കൊരു സുഖമാണ്. കൈക്കൊക്കെ നല്ല സ്മൂത്താണ്. നല്ല ഒരു റിലാക്സാണ് കൈക്ക്. അയാളുടെ കൈയിൻ്റെ ഉള്ളിൽ കൂടി അതൊരു കൂജയായിട്ട് വന്നു. പിന്നെ അയാൾ ഒരു ചെറിയ ഒരു സ്പാച്ചില പോലെയുള്ള സാധനം എടുത്ത് അതൊന്ന് സ്മൂത്താക്കി വട്ടത്തിൽ അത് ഇതാകുമ്പോൾ അതിൻ്റെ മേലെ കൂടി ഒരു ചെറിയ ഡിസൈൻ മാതിരി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൈ പിടിപ്പിച്ച് അതിങ്ങനെ പതുക്കെ അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടി ഇങ്ങനെ റൗണ്ടായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. അയാൾ എന്നിട്ട് അതുകൂടാതെ ഒരു സൂചിയല്ല, ഒരു നേരിട്ട് ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം വെച്ച് അതിൻ്റെ വക്കൊക്കെ നല്ലപോലെ മുറിച്ചിങ്ങനെ എടുക്കും അയാൾ. വക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് അത് ഒന്നും കൂടെ സ്മൂത്താക്കും ആൾ. എന്നിട്ടത് അടിഭാഗത്തു നിന്ന് ഇത് വെച്ച് സെയിം ഒരു ബ്ലേഡ് പോലത്തെ ഒരു സാധനം വെച്ച് അതിങ്ങനെ മുറിച്ചിങ്ങെടുക്കും. അടുത്തത് അത് റെഡിയായി മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് റെഡിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും അനുവിന് 3 അങ്ങനെ ആയിരുന്നു. ഇത് 4മത്തെയാണ്. ആൾ ഈ 15 മിനിറ്റ് കൊണ്ട് ഒരു 4 ചട്ടികളോ അല്ലെങ്കിൽ കൂജയോ മാത്രമേ ഉണ്ടാക്കിപ്പിക്കുകയുള്ളൂ. 4 മിനിറ്റിന് 200 രൂപ എടുക്കും അയാൾ. നല്ല സുഖമാണ്. അങ്ങനെ ഒരു റൗണ്ടിലൊരു ഇതാക്കി അത് എടുത്തിട്ടുണ്ട്. ആളതിനെ മിനുക്ക് പണിക്ക് ആളുടെ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ കയ്യിൽ വെള്ളം തൊട്ടിട്ട് മേലെ ഭാഗം നല്ല സ്മൂത്താക്കിയ ആൾ. എന്നിട്ട് അതിനോട് പറയുന്നുണ്ട് നല്ലപോലെ താഴേന്ന് ഇങ്ങനെ മേലോട്ടാക്കാൻ പറയുന്നുണ്ട്. അവൾ കൈ പിന്നോട്ടാക്കി എങ്ങനെ ആക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഇരിക്കുന്നുണ്ട്. പിന്നെ പിന്നെയും താഴേന്ന് മേലോട്ട് പതുക്കെ പൊക്കി വരുന്നുണ്ട്. അങ്ങനെ പൊക്കി താഴേന്ന് മേലോട്ട് പൊക്കി കൊടുക്കുമ്പോഴാണ് അതൊരു ഷേപ്പിൽ വരുന്നത്.
നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാവും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു സന്തോഷത്തിൽ വരും. ആളെ നേരത്തേക്ക് കാണിച്ച് ഒന്നും കൂടെ സ്മൂത്താക്കാൻ എങ്ങനെ കൈ പിടിക്കണം, താഴെ മേലെ എങ്ങനെ കൈ പിടിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് തോന്നി അത് ഉണ്ടാക്കി വരുന്നത് കാണാൻ തന്നെ ഒരു മനസ്സിന്, നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്കും പോട്ടുണ്ടാക്കാൻ അറിയാമെന്നുള്ള ഒരു സന്തോഷം വരും. പക്ഷെ നമുക്കൊന്നും അറിയില്ല, ബേസിക് പോലും അറിയില്ല. പക്ഷെ സുഖമാണ്. 1 മാസം കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാമെന്ന് ആൾ പറയുന്നു. ഉള്ളിൽ കൂടി ആ സ്പാച്ചിൽ വെച്ച ആൾ പതുക്കെ റൗണ്ടാക്കി അതൊരു ഡിസൈനാക്കി മാറ്റി. താഴെ നിന്നപ്പോൾ അതൊരു ഇത് ഒരു ചെറിയൊരു ബ്ലേഡ് പോലെ ഒരു കമ്പീൻ്റെ കഷ്ണമുണ്ട്. അത് വെച്ച് അത് മുറിച്ചെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു റിങ് സാധനമുണ്ട്. അത് വെച്ച് അതിൻ്റെ വായ് നല്ല സ്മൂത്താക്കി ഇങ്ങോട്ട് മുറിച്ച് മാറ്റിയെടുത്തു. അപ്പോൾ നല്ല ഒരെണ്ണമായി. ഇപ്പോൾ അത് അയാളൊരു പിന്നെ ദിയയാക്കിയിട്ട് വളച്ച് ഒരു ദിയേൻ്റെ ഷേപ്പിലാക്കിയിട്ട് അയാൾ അവിടെ വയ്ക്കും. അത് അവരത് പിന്നെ ചൂളയിൽ വെച്ചിട്ട് ചുട്ടെടുത്ത് പെയിൻ്റ് അടിക്കുന്നതാണെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ അവരതെടുക്കും. നമുക്ക് വേണമെങ്കിൽ അത് വീട്ടിലോട്ട് കൊണ്ടുവരാം. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും അനു പറഞ്ഞു, അമ്മ ഇനി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ആളത് കാണിച്ചു തന്നു. നമ്മളെ കൊണ്ട് കൈ കൊണ്ട് ആദ്യം നമ്മൾ അത് കയ്യിൽ പിടിപ്പിച്ച് മണ്ണുമായിട്ട് നമ്മുടെ കൈ ഒന്ന് സ്മൂത്താക്കിപ്പിക്കും. അപ്പോൾ എനിക്ക് തോന്നി നല്ല സുഖമുണ്ട് തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കി. ഞാൻ ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ അതൊട്ട് ശരിയാവുന്നുമില്ല. എന്നാലും വേണ്ടിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം അതാക്കി ഒരു ഭാഗത്താക്കി വെച്ച്. ആൾ അനുവിനെ പിടിച്ച് കാണിക്കുന്ന പോലെ എനിക്ക് കാണിച്ചു തരാനൊന്നും വന്നില്ല. ഞാൻ ഫുള്ള് എൻ്റെ കൈയിൻ്റെ വിരലെല്ലാം ഇട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എടുത്തപ്പോൾ ക്യാമറ തലതിരിഞ്ഞു പോയി. അത് പിന്നെ നേരെ വെക്കാനും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ചെരിഞ്ഞിരിക്കണത്. ലാസ്റ്റ് ആയപ്പോൾ അയാൾ തന്നെ വന്ന് അത് ശരിയാക്കി മേലോട്ട് ഇതാക്കി. ഞാൻ കൈ നേരെയാക്കി കൈയെല്ലാം കഴുകി. പിന്നെ മണ്ണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് വെള്ളത്തിൽ തൊട്ട് കൊടുക്കണം. അപ്പോഴാണ് വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അത് സ്മൂത്ത് ആവുള്ളൂ. അപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പോലെ ഒരു സാധനം, ഒരു ചെറിയൊരു ഗ്ലാസ് പോലെ ഒരെണ്ണം വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും പോട്ടുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പോട്ടുണ്ടാക്കാനായിട്ട് എനിക്കറിയാമെന്നുള്ളത്. ആൾ പറഞ്ഞ് അങ്ങനെ കൈ കൊണ്ട് കുറച്ച് പുറകോട്ടെടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞു. കുറച്ച് പുറകോട്ടെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അത് കറങ്ങുന്നതിൻ്റെ ഒപ്പം നമ്മൾക്ക് അത്രയ്ക്ക് അറിയില്ലാത്തത് കൊണ്ട്, നമുക്ക് അത്രയ്ക്ക് പിടിക്കാനോ ഇതാക്കാനൊന്നും അറിയില്ലാത്തത് കൊണ്ട് അത് മുഴുവൻ നാശമായി വളഞ്ഞ് പൊട്ടിപ്പോയി. അപ്പോഴത്തേക്കും പിന്നെ വളഞ്ഞ് പൊട്ടിപ്പോയപ്പോൾ പിന്നെ ആൾ അടിയിൽ നിന്ന് അത് മുറിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം വേറെ ഒരെണ്ണം ആക്കിയപ്പോഴത്തേക്കും അതും അതേപോലെ തന്നെ. ലാസ്റ്റ് അയാളൊരു കൂജ പോലെ അത് താഴേന്ന് ഉരുട്ടി മേലോട്ടെടുത്ത് ഒരു കൂജ പോലെയാക്കി. അത് ആക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾ ആ സ്പാച്ചിൽ വെച്ച് അതിനും ചുറ്റും ഡിസൈൻ ഉണ്ടാക്കി എല്ലാം റൗണ്ടാക്കിയിട്ട് ഒരു വട്ടമെങ്കിലും നമുക്കൊന്ന് പോയിട്ട് ഇത് എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അയാളോട് പറഞ്ഞു, ഇനിയും വീണ്ടും നെക്സ്റ്റ് ടൈം ഒരു വീക്കെൻഡിൽ ഇനിയും വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അനുവും കൂടെ തിരിച്ചു പോന്നു.